ഹലോ ഹായ് SVT ടോക്സിലേക്ക് സ്വാഗതം. സീസ് ഫയർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ സീസ് ഫയർ പ്രഖ്യാപിച്ച 3 മണിക്കൂറിനുള്ളിൽ തന്നെ ആ സീസ് ഫയർ പ്രഖ്യാപനം ലംഘിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ. ഇതിലൂടെ ട്രംപിനും US-നും പുല്ല് വില നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളൊന്നും പഠിക്കില്ല, ഇനി പഠിക്കാൻ ഉദ്ദേശവുമില്ല എന്നൊരു കാര്യം. പാകിസ്ഥാനിൽ നിന്നും ഒരു വീഡിയോ കാണുകയുണ്ടായി. അതിൽ നിന്നും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ അവർ കുട്ടികൾക്ക് ടോയ്സ് കിട്ടില്ലേ, അതെങ്ങനെയാണോ കുട്ടികൾ പെരുമാറുന്നത് അതുപോലെയാണ് അവരും ഡിഫൻസ് എക്യുപ്മെന്റ്സിനെ കൊണ്ട് കളിക്കുന്നത്. ഈ ദൃശ്യം കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമാകും. കണ്ടില്ലേ, അതിന്റെ ചുറ്റുമുള്ളത് സിവിലിയൻസ് ആണ്. കണ്ടില്ലേ, സിവിലിയൻസിനെ ചുറ്റും വെച്ചിട്ടാണ് അവർ ഫയർ ചെയ്തിട്ടുള്ളത്. എന്താണ് ഇവർക്കൊക്കെ ഈ ഒരു ഡിഫൻസ് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവരെ വേണം ആദ്യം പിടിച്ച് തല്ലാൻ വേണ്ടി. കാരണം കുട്ടികൾക്ക് ടോയ്സ് കിട്ടുന്ന പോലെയാണ് അവർക്ക് ഡിഫൻസ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാനുള്ള പണം പാകിസ്ഥാന് ലഭിച്ചു കഴിഞ്ഞല്ലോ IMF-ൽ നിന്നും $1 ബില്യൺ. പിന്നെ എന്ത് വേണം? ഇനി ഇതൊക്കെ ശേഖരിച്ചിട്ട് വേണം അടുത്ത ഇന്ത്യയുമായിട്ടുള്ള സംഘർഷം നടത്താൻ വേണ്ടി, അല്ലെ? എന്ത് പറയാനാണ്? ഇവരൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതിന്റെ വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷവും ആ സീസ് ഫയർ ലംഘിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ, പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്ററുടെ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾ ജയിച്ചു, അതായത് പാകിസ്ഥാൻ ജയിച്ചു എന്നൊരു കാര്യം. ഇതിൽ നിന്നൊക്കെ വ്യക്തമാവുന്ന കാര്യം അവരൊന്നും പഠിച്ചിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.